സുശീല കണ്ടായിരുന്നോ? ആരെ? കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കണ്ടു. കുറച്ച് പ്രായം കൂടുതലാണെന്ന് അച്ഛൻ പറഞ്ഞു. സുശീലയ്ക്ക് വിഷമമുണ്ടോ? ഇല്ല. ഇല്ലേ? ഇല്ല. എന്താ ഇല്ലാത്ത? ഞാൻ അത്രയ്ക്കൊക്കെ മോഹിക്കാൻ പാടുള്ളായിരുന്നു. ഞാനൊരു നാടോടിയാണ്. എനിക്ക് തന്നെ എന്നെ വിശ്വാസമില്ല. ഇന്നിവിടെ, നാളെ അങ്ങനെ അങ്ങ് പോകാത്തതുണ്ട്. എന്തിനായിരുന്നു എന്റെ അയലത്ത് വന്നത്? എന്റെ വഴി ചീത്തയാ. എന്റെ ആവശ്യങ്ങളും വേറെ. ആവശ്യം നേടിക്കഴിഞ്ഞാ പിന്നെ ഞാൻ ഉണ്ടാവുമോ തന്നെ കണ്ടറിയണം. എന്നേക്കാൾ മറ്റാരും ഭേദമാ. മറ്റാരും. ഞാൻ പോട്ടെ. മുഹൂർത്തം എടുക്കാറായോ? നാളെ പോക്കോ, ഞാൻ വന്നേക്കാം. ശരി. നാളെ പോയിക്കോ. മുഹൂർത്തം ആകുമ്പോ ഞാനവിടെ കാണും. ഞാനിങ്ങോട്ട് പോന്നപ്പോ ശങ്കരിയമ്മയെ കണ്ടായിരുന്നു. അവരാ വാടകയുടെ കാര്യം ചോദിക്കായിരുന്നു. നീ അവർക്ക് വാടക കൊടുക്കാനുണ്ടോ? അയ്യോ, ഞാൻ അവർക്കൊന്നും കൊടുക്കാനില്ല. സാറിന്റെ കാര്യമാണ് അവര് പറഞ്ഞത്. ഞാനെന്ത് കൊടുക്കാനുണ്ട്? സാർ ഇവിടെ വന്നിട്ട് 5 മാസമായിരുന്നു. അതിലവർക്ക് ഞാൻ വന്നിട്ട് 5 മാസം കഴിഞ്ഞോ? അപ്പോ വളരെ വൈകിപ്പോയി. ഇനി വൈകിക്കൂടാ. എന്തോ ആലോചിച്ചു പോകുന്നത്? 5 മാസം ആയല്ലോ എന്ന് ആലോചിക്കായിരുന്നു. കുർത്തക്കാട് പറഞ്ഞാലുണ്ടല്ലോ. ആർക്കാ 5 മാസമായത്? എനിക്ക്. സമ്മതിച്ചു. കണ്ട അങ്ങനെ തോന്നുകയും ചെയ്യും. ഞാൻ വന്നിട്ട് 5 മാസമായെന്നാ പറഞ്ഞേ. മാസങ്ങൾ അങ്ങനെയാ വരികയും പോവുകയും ചെയ്യും. ഞാൻ പോന്നേ. അമ്മണി, ഒന്നിന്നേ ഒരു കാര്യം പറയട്ടെ. വീട്ടിലെ ആരുമില്ല. അങ്ങോട്ട് വാ, നമുക്ക് രണ്ടുപേർക്കും കൂടെ തനിച്ചിരുന്ന് സംസാരിക്കാം. അപ്പോഴേക്ക് നിന്റെ അപ്പച്ചനും വല്യപ്പച്ചനും ഒക്കെ താറാവിനെയും കൊണ്ട് വരും. പിന്നെ കാര്യം പറിച്ചിട്ട് കായല്ലായിരിക്കും. അപ്പൊ പേടിയുണ്ട്. പേടിക്കാതിരിക്കാൻ പറ്റുമോ? അയ്യോ, ഒന്ന് വേഗം പറഞ്ഞു തൊലയ്ക്ക്. ഇന്ന് രാത്രിയില് എല്ലാരും ഉറക്കമായാലും ഞാനിങ്ങ് വരും. വന്നോ? അതിനെന്നാ? കേട്ടാ മതി. കേട്ടോളാവേ. അങ്ങനെ വഴിക്കുവാ. ഇന്ന് രാത്രിയില് നീ ഉറങ്ങാതെ കാത്തിരിക്കണം.
കുറെ കഴിയുമ്പോ നിന്റെ താറാവെല്ലാം കരയും. അപ്പോ ആരും അറിയാതെ നീ ഇറങ്ങി വരണം. ഞാൻ ചാരുവരെ കാത്തിരിക്കാം. താറാവ് കരഞ്ഞില്ലെങ്കിലോ? താറാവ് കരയും, അല്ലെങ്കിൽ ഞാൻ കരയും. അങ്ങനെ കരയൊന്നും വേണ്ട. ഓ, ഒരു സൂത്രക്കാരൻ. ഞാനെങ്ങും വരത്തില്ല. ആഹാ, നീ വന്നില്ലെങ്കിലേ ഞാൻ നിന്റെ മുറി വരും. അയ്യോ, ആരെങ്കിലും കാണും. ഞാൻ പോന്നു. ഡേ, ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനി നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഏറിയാൽ 2 മാസം നിന്നെ ഞാൻ എന്റെ കാൽക്കൽ വീഴ്ത്തും. സാർ ഇങ്ങോട്ടെങ്ങാനും വന്നോ? ആരാത്? സാർ ഇങ്ങോട്ടെങ്ങാനും വന്നോ? പൈലിയാശാനെ, പൈലിയാശാനെ. ആരാത്? ഞാനാ അപ്പച്ചൻ മാപ്പിളെ. നമ്മുടെ സാർ ഇങ്ങോട്ടെങ്ങാനും വന്നോന്നറിയാൻ വന്നതാ. അതിന് നിന്റെ സാർ ഇവിടെ അല്ല താമസം. അല്ല, അതെനിക്കറിയാം. പിന്നെ സാറും പൈലിയാശാനും കൂടെ ഇങ്ങോട്ടെങ്ങാണ്ടോ വന്നെന്നോ? ഇങ്ങോട്ട് വന്നില്ല. അപ്പൊ പൈലിയാശാൻ എവിടാണ് തപ്പിയെടുക്കാം. അപ്പൊ സാറും എവിടാണെന്ന് അറിയാം. നീ എന്തിനാണ് ഈ പാതിരാത്രിക്ക് പൈലിയാശാനെ തപ്പുന്നത്? സാറിനെ കാണാൻ ആരാണ്ട് വന്നിരിക്കുന്നു. ആരാണ്ട് ബന്ധുക്കളാണെന്നാ പറഞ്ഞത്. ബന്ധുക്കളോ? അങ്ങേർക്കോ? എന്നാ അവര് പറഞ്ഞത്. അതിക്കുള്ള നമ്മളെന്തിനാ തിരക്കുന്നത്? എവിടുന്നെങ്കിലും ആളെ പിടിച്ചോണ്ട് കൊടുത്താ നമ്മളെ ജോലി തീർന്നു.